പ്രിയപ്പെട്ട രാഹുൽ, അത് പഠിപ്പിക്കേണ്ടത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്തൊന്ന് പറയണത് നല്ലതായിരിക്കും. കാരണം ഇത് പറയാൻ കാരണം മാത്യു എന്തിനു വിഷമിക്കണം, മാത്യുവിനൊക്കെ കിട്ടുന്ന പരിഗണന ഞങ്ങളുടെ പ്രിയപ്പെട്ട അനിൽകുമാറിനൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാനൊന്ന് ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് കൊണ്ടു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുന്നത്തനാട് MLA PV ശ്രീനിജന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. ധനാഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്ത് നിയമസഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭയിൽ ധനാഭ്യർത്ഥന ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചയ്ക്കിടെ പാലക്കാട് നിന്നുള്ള പുതിയ MLA രാഹുൽ മാങ്കൂട്ടം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിനുള്ള മറുപടിയാണ് ഇവിടെ PV ശ്രീനിജൻ വ്യക്തമായി പറയുന്നത്. അത് ആ മറുപടിക്കകത്ത് കുന്നത്തനാട് MLA പറയുന്നുണ്ട്, ആദ്യം രാഹുൽ മാങ്കൂട്ടം പഠിപ്പിക്കേണ്ടത് VD സതീശനെയാണെന്ന്. അത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല അത് കേൾക്കുമ്പോഴത്തേക്കും പ്രതിപക്ഷം ചാടി എണ്ണീറ്റ് വിശദീകരണമായി രംഗത്ത് വരുന്നുണ്ട്. അതുമാത്രമല്ല വണ്ടൂർ MLA AP അനിൽകുമാറാണ് വിശദീകരണം വരുന്നത്. അതിന് മറുപടി PV ശ്രീനിജൻ കൊടുക്കുന്നുണ്ട്. നല്ല ഒന്നാന്തരം മറുപടിയാണ് കുന്നത്തനാട് MLA നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, സഭയിൽ ധനാഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ശ്രീ PV ശ്രീനിജൻ, അങ്ങേക്ക് 7 മിനിറ്റ്. സർ, ഈ ധനാഭ്യർത്ഥനകളെ ഞാൻ പിന്തുണയ്ക്കുകയാണ് സർ. സർ, എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം വളരെ കാര്യമായിട്ട് പട്ടികജാതി സ്നേഹത്തിനെക്കുറിച്ച് പറഞ്ഞു. പ്രിയപ്പെട്ട രാഹുൽ, അത് പഠിപ്പിക്കേണ്ടത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്തൊന്ന് പറയണത് നല്ലതായിരിക്കും. കാരണം ഇത് പറയാൻ കാരണം നമ്മുടെ സഭയിലെ ഏറ്റവും സീനിയർ അംഗമായിട്ടുള്ള അങ്ങയുടെ സഹപ്രവർത്തകൻ ശ്രീ അനിൽകുമാർ ഈ സഭയിലുള്ള ആളാണ്. നിങ്ങൾ കഴിഞ്ഞ 3.5 വർഷത്തെ അടിയന്തര പ്രമേയത്തിൻ്റെ ലിസ്റ്റ് എടുത്തു നോക്കണം. എത്ര പ്രാവശ്യം അദ്ദേഹത്തിന് അവസരം കൊടുത്തിട്ടുണ്ട് എന്നൊന്ന് പരിശോധിക്കണം. കാരണം അദ്ദേഹത്തിനെക്കാട്ടും വളരെ ജൂനിയറായിട്ടുള്ള മാത്യു കുഴൽനാടനും രാഹുൽ മാങ്കൂട്ടത്തിനും മറ്റേ റോജി M ജോണിനും എത്ര അവസരങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് ഒന്ന് പരിശോധിച്ചിട്ട് ഈ പട്ടികജാതി സ്നേഹം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല. മാത്യു വിഷമിക്കല്ലേ, ഞാൻ പറയട്ടെ. മാത്യു എന്തിനു വിഷമിക്കണം, മാത്യുവിനൊക്കെ കിട്ടുന്ന പരിഗണന ഞങ്ങളുടെ പ്രിയപ്പെട്ട അനിൽകുമാറിനൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാനൊന്ന് ആഗ്രഹിക്കുകയാണ്. സർ, ബഹുമാനപ്പെട്ട അംഗം ശ്രീനിജൻ ബഹുമാനപ്പെട്ട അംഗം ശ്രീനിജൻ പറയുന്നത് സഭയ്ക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സർ, ഈ കോൺഗ്രസ് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയാണ് സർ. ഇവിടെ ഇത്തരം കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ആര് അവതരിപ്പിക്കണം, എന്താ അവതരിപ്പിക്കണം തീരുമാനിക്കുന്ന ബോഡിയിലെ അംഗമാണ് സർ. അതുകൊണ്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം, ഇവിടെ ആരെങ്കിലും അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഞാൻ കൂടി അറിഞ്ഞിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. മറിച്ചുള്ള പ്രചരണം, തെറ്റായ പ്രചരണം ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് കൊണ്ടു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും കഴിഞ്ഞ KPCCയുടെ യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വിമർശനം, പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് ഉയർന്ന വിമർശനം എന്ന് ഏഷ്യാനെറ്റ് അടക്കമുള്ള പത്രമാധ്യമങ്ങളിൽ വന്നതാണ്. ഏതായാലും ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ന് ധനാഭ്യർത്ഥന ചർച്ചകളിൽ ഏറ്റവും നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ ടൂറിസവും കേരളത്തിലെ PWD പൊതുമരാമത്ത് വകുപ്പിനെ കുറിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് എൽദോസിൻ്റെ ഗ്രാമയാത്രകൾ വലിയ പ്രചരണമാണ് പെരുമ്പാവൂർ നടക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 34 ദിവസം കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല. കാരണം കേരളത്തിലെ റോഡുകളിലൂടെ വളരെ അഭിമാനത്തോടു കൂടി യാത്ര ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് ഇന്ന് കേരളത്തിലെ റോഡുകൾ മാറിയിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രത്യേകതയാണെന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എൽദോസ് ഇനി 100 ദിവസം യാത്ര ചെയ്താലും കേരളത്തിലൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പം പറ്റില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് യാത്ര ചെയ്യാം. പെരുമ്പാവൂരിലെ റോഡ് മാത്രമല്ല സാർ, ഞാൻ ഈ നിയമസഭയിലേക്ക് സമ്മേളനം നടക്കുമ്പോൾ ഓരോ പ്രാവശ്യം ഈ സമ്മേളനത്തിന് വരുമ്പോൾ എൻ്റെ സ്വന്തം വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ പെരുമ്പാവൂർ കഴിഞ്ഞ് മൂവാറ്റുപുഴ പോയപ്പോൾ ഒരു ബോർഡ് എഴുതി വച്ചിരിക്കുകയാണ്, മാത്യു കുഴൽനാടന് അഭിനന്ദനങ്ങൾ. എന്താ, ഈ ബഡ്ജറ്റിൽ 5 കോടി അനുവദിച്ച് നമ്മുടെ സർക്കാർ കൊടുത്ത പൈസ മാത്യു കുഴൽനാടിന് പ്രത്യേക അഭിനന്ദനമെന്നും പറഞ്ഞ് എഴുതി വെച്ചേക്കാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ എല്ലാ റോഡുകളും നല്ലതാണ്. പെരുമ്പാവൂരിലെ റോഡുകൾ നല്ലതാണ്. ഞാൻ കോന്നിയിൽ പോയപ്പോൾ ജനീഷിൻ്റെ മണ്ഡലത്തിൽ സാറേ, കേരളത്തിലെ ഒരു 10 വർഷം മുമ്പ് പോയ ആളുകൾ ഇന്ന് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിന് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ, ഇപ്പം ഞാൻ മണിയാശാൻ്റെ മണ്ഡലത്തിൽ പോയി, ഏറ്റവും മനോഹരമായ റോഡുകൾ, അത് ഗ്രാമീണ റോഡുകൾ BMBC നിലവാരത്തിൽ കേരളത്തിലെ ഇടുക്കിനെ പ്രത്യേകിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യം ഇവിടെ ഇരിക്കുന്നുണ്ട്. മൂന്നാർ, എൻ്റെ മണ്ഡലത്തിൽ നിന്നുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം
8-ാം തീയതി വനിതാ ദിനത്തിനോടനുബന്ധിച്ച് KSRTC ബസ്സിൽ യാത്ര ചെയ്തു. അവർ വന്നിട്ട് എൻ്റെ സഹോദരി ഒരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കേരളത്തിലെ റോഡുകളിലൂടെ കേരളത്തിലെ KSRTCനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഗ്രാമീണ ടൂറിസം എത്ര മനോഹരമായിട്ട് KSRTC ജീവനക്കാരെ ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് സാർ. കേരളത്തിലെ ആയിരക്കണക്കിന് ആളുകളാണ് ആഭ്യന്തര ടൂറിസത്തിൽ വന്ന മാറ്റങ്ങൾ നമ്മൾ കാണാതെ പോകരുത്. KSRTC മിനിസ്റ്ററുടെ അടുത്ത് ഒരു അഭ്യർത്ഥന ഉള്ളത്, വിദ്യാഭ്യാസ മന്ത്രിയുടെ അടുത്തും ഒരു അഭ്യർത്ഥന. കേരളത്തിൽ ഒരു വർഷം സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ പല വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് യാത്ര ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ KSRTC ബസ് ഉപയോഗിച്ച് കൂടി യാത്ര ചെയ്യാനുള്ള ഒരു നിർദ്ദേശം നമുക്ക് കൊടുക്കുകയാണെങ്കിൽ അത് KSRTCക്കും വളരെ ഗുണകരമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ നമുക്കറിയാം, ഞാൻ അന്ന് മണിയാശാൻ്റെ സ്ഥലത്ത് ചെമ്മണ്ണാർ എന്ന് പറയുന്ന ഒരു സാധാരണ ഗ്രാമപ്രദേശം, ആ ഗ്രാമപ്രദേശം കേരളത്തിൻ്റെ ടൂറിസം, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ അംഗങ്ങളോടും പറയുകയാണ്, സത്യത്തിൽ കേരളത്തിനെ നമ്മൾ കണ്ടിട്ടില്ല. കേരളത്തിൻ്റെ ഓരോ ഗ്രാമപ്രദേശങ്ങളും നമ്മൾ യാത്ര ചെയ്ത് കേരളത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് കഴിഞ്ഞാൽ പിന്നെ വിദേശത്തൊന്നും പോകേണ്ട സാറേ. ഞാനിത് പറയാൻ കാരണം, ഞാൻ പോപ്പിനെ കാണാൻ വേണ്ടി ഇറ്റലിയിൽ ചെന്നു. അവിടെ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്തു. അതിന് സമാനമായ റോഡുകളാണ് ഇന്ന് കേരളത്തിൽ ഉള്ളത് എന്ന് പറയാൻ വളരെ അഭിമാനത്തോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. കേരളത്തിൻ്റെ ടൂറിസം, കേരളത്തിൻ്റെ റോഡുകൾ, കേരളത്തിൻ്റെ എല്ലാ സമസ്ത മേഖലകളിലും ഇപ്പം ഞാനിവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റവന്യൂ വകുപ്പിൻ്റെ ധനാഭ്യർത്ഥനകളുണ്ട്. കേരളത്തിൽ ഇതേവരെ ഇല്ലാതിരുന്ന തരത്തിൽ എൻ്റെ മണ്ഡലത്തിൽ തന്നെ എത്രയോ പട്ടയങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അതിൽ റവന്യൂ വകുപ്പിൻ്റെ അടുത്ത് ഒരു പ്രത്യേക അഭ്യർത്ഥനയുള്ളത്, സർ, ഇപ്പോഴും നമ്മുടെ പെരിയാർ വാലി പുറമ്പോക്കിൽ കിടക്കുന്ന ആളുകൾക്ക് പട്ടയം കൊടുക്കാൻ നമുക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതിന് സമഗ്രമായിട്ടുള്ള ഒരു ഇടപെടൽ അങ്ങയുടെ ഭാഗത്തുനിന്നുണ്ടാണ്. കാരണം ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും ആ പട്ടയം പ്രതീക്ഷിച്ച് നമ്മുടെ നാട്ടിൽ ഇരിക്കുന്നുണ്ടെന്നുള്ളൊരു വസ്തുതയാണ്. നമ്മൾ പലവട്ടം അത് ചർച്ച നടത്തിയിട്ടുള്ളതാണ്. അത്തരം ഇടപെടൽ കൂടി നമുക്ക് നടത്താൻ കഴിയണം. പ്രത്യേകിച്ച് പട്ടയ അസംബ്ലിയിലെല്ലാം ഞങ്ങളെല്ലാം മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ ആളുകൾ ചോദിക്കുന്നൊരു വിഷയമാണ് പെരിയാർ വാലി കനാൽ പുറമ്പോക്കിൽ കിടക്കുന്ന ആളുകൾക്ക് പട്ടയം കൊടുക്കുക എന്നുള്ളത്. അതുകൂടി അങ്ങ് പരിഗണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ ഈ സർക്കാരിനെതിരെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഒരാളാണ് സുജയ പാർവതി. സുജയ പാർവതിയും ഡോക്ടർ അരുണും ഈ ലഹരിക്കെതിരെയായിട്ടുള്ള പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ കേരളത്തിലെ റോഡുകളാണ് കേരളത്തിൻ്റെ പ്രതിച്ഛായ. അതിന് ബഹുമാനപ്പെട്ട PWD മിനിസ്റ്റർ അവർ പറയുന്നുണ്ട്, 2026 മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം കേരളത്തിലെ റോഡുകളും മികച്ച ഭരണമായിരിക്കുമെന്ന് അതിൽ അസന്നിഗ്ധമായിട്ട് ഡോക്ടർ അരുണും സുജാ പാർവതിയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കേരളത്തിലെ വിമർശിക്കുന്ന ഈ ഇടതുപക്ഷ സർക്കാരിനെ വിമർശിക്കുന്ന ആളുകൾ പോലും കേരളത്തിലെ ഭരണത്തിനെക്കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ല എന്നുള്ളതിന് തെളിവാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടം ഈ ധനാഭ്യർത്ഥനകളെ കുറിച്ചുള്ള ചർച്ചയിൽ വികസനത്തിനെ കുറിച്ച് ഒരു എതിരഭിപ്രായം അവർക്ക് പറയാനുള്ള. സാർ, കോടിക്കണക്കിന് രൂപയാണ് കേരളത്തിൽ ഇന്ന് ചെലവഴിച്ചുകൊണ്ട് കേരളത്തിലൊരു മികച്ച ഭരണം നടത്തി ഞങ്ങൾ മൂന്നാം സർക്കാരിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് തെളിയിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ ഞാൻ പിന്തുണയ്ക്കും. സാർ, നന്ദി.